ആ ഞങ്ങളിപ്പോ ഇറങ്ങും. ആ അവളൊന്ന് ഒരുങ്ങുന്ന താമസമുള്ളടാ. പിന്നെ ഒരു 9:30 ആകുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ എത്തും. ആ ഉമ്മാനെ ഞാൻ എത്ര വിളിച്ചു ഉമ്മ. ഉമ്മ ആ ഫോണൊന്ന് എടുത്തു നോക്കി, എത്ര മിസ് കോൾ അതിനകത്ത് കിടക്കുന്നതെന്ന്. ഉമ്മ എന്നെ ഇത്ര താമസിച്ചത്. എടാ മോനെ, റഹീം അവിടെ ഇല്ലെന്ന് നിനക്കറിയത്തില്ലേ? അവളും പിള്ളേരും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇന്ന് രാവിലെയാ അവൻ വന്നത്. സ്കൂൾ അടിച്ചിട്ട് എവിടെയും കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് ആ പിള്ളേർ ഒരേ ബഹളം. ഇന്ന് രാവിലെ അവനും അവളും പിള്ളേരെല്ലാരും കൂടെ എങ്ങോട്ടോ കറങ്ങാൻ പോയേക്കുവോ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്നാ എടുക്കാനാ? അതാ ഞാൻ ഇങ്ങോട്ട് പോന്നേച്ച്. എന്റെ ഉമ്മായോട് ഇന്ന് വരണ്ടെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ ആ ഫോൺ വിളിച്ചത്. ഉമ്മ ആ ഫോൺ ഒന്നും എടുത്തില്ലല്ലോ. എന്റെ മോനെ, ആ പിള്ളേർ ഈ ഫോണെ ഞെക്കിക്കൂട്ടി എല്ലാം കേടാക്കി വെച്ചേക്കുവാ. ഇതിലിപ്പോ ആര് വിളിച്ചാലും ഒന്നും കേക്കത്തില്ലെന്നേ. എന്റെ ഉമ്മ അവളുടെ ഓഫീസിൽ നിന്ന് ഇന്ന് എല്ലാരും കൂടെ ഫാമിലി ടൂർ പോവാ. അതൊന്ന് പറയാൻ വേണ്ടി. ആ ഹലോ. ആ സാറേ, ഞങ്ങളിത് ഇറങ്ങി. ഇറങ്ങും അങ്ങോട്ട്. ആ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യ്, ഇതേ വരുന്നു. റെഡിയേ? നീ റെഡിയായില്ലേ? ആ റെഡിയാ ഇറങ്ങിക്കോ. ആ ഉമ്മ വന്നോ? അയ്യോ, ഞാൻ ഇന്നിവിടെ ഒന്നും വെച്ചില്ലല്ലോ ഉമ്മ. ആ പിന്നെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ആ എടി ഒന്ന് വാടി, ഒന്നാമത് സമയം പോയി. ആ വരുവാ നിന്റെ വരുവാ. ഉമ്മ എന്നാ ശരിയേ, ഞങ്ങളെന്നാ ഇറങ്ങുമോ? ആ